ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സർവേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ ലെവലിംഗിന് 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് തോന്നുന്നു നിർത്തിയത് അല്ലെ? 50 ക്വസ്റ്റ്യൻസ് അല്ലേ ഇന്നലെ നിർത്തിയത് നമ്മള്? ഏതൊക്കെ കഴിഞ്ഞത്? ചെയിൻ സർവേ കഴിഞ്ഞു, കോമ്പസ് കഴിഞ്ഞു, പിന്നെ ഏതാണ് പ്ലെയിൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ലെവലിംഗില് ഒരു 50 ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഓക്കെ, ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, ഫുൾ വിസിബിൾ ആണോ? ഫുൾ വിസിബിൾ അല്ല. ഇപ്പൊ ഓക്കെ ഇപ്പൊ വിസിബിൾ. ഓക്കെ. സൂം ചെയ്യോ? എന്താണ് സൂം ചെയ്യാം ചെയ്യാട്ടോ, ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെയാണ് മിസ്. അപ്പൊ നമ്മൾ ഇന്നലെ 50 ക്വസ്റ്റ്യൻസിലാണ് നിർത്തിയത്. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി സെഷൻസ് എടുക്കാം. ഓക്കെ. So 51, the least count of telescopic leveling staff is എത്രയാണ്? 0.005 meter. 0.05. Okay, 0.005 meter. Option B ആണ്. Okay. Then the two method 52, the two methods for calculating reduced levels of points, the height of collimation and the other is ഏതാണ് അടുത്ത മെത്തേഡ്? ഏതാ? Rise and fall method. അടുത്തത്, what will be the level difference between 2 points A and B when the observations are done by leveling instrument? The staff readings taken എയിലും ബിയിലും വന്നിരിക്കുന്നത് 3.185ഉം ബിയില് 2.685 ആണ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? ഓപ്ഷൻസ് നോക്കെ. A is 0.5 meter higher than B. B is 0.5 meter higher than B. B is 0.5 meter lower than A. None of these. ഏതായിരിക്കും? എയിലാണ് 3 പോയിന്റ് വന്നിരിക്കുന്നത്, ബിയില് 2.6 ആണ്. അപ്പൊ ഏതായിരിക്കും? എ ആണോ ഹയർ? ബി ഈസ് ഹയർ 0.5 മീറ്റർ. നോ, ബി ഈസ് ഹയർ അല്ലേ വരുന്നത്? ലെവൽ അവിടെ ലെവൽ എടുക്കുന്നത് കൂടുതലാണ് വന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എനേക്കാളും മുകളിലാണ്, ഹയർ ദാൻ 0.5 മീറ്റർ ഹയർ ദാൻ ആണ് കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ, വാല്യൂവിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് ഹയർ എ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എയിലേക്കുള്ള ഹൈറ്റ് ആണ് കൂടുതൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മ്യൂട്ട് ചെയ്യാനുള്ളവര്, ഡിസ്റ്റർബൻസ് ഉള്ളവര് അൺമ്യൂട്ട് ചെയ്യണ്ട കേട്ടോ, മ്യൂട്ട് ചെയ്യുക. The backside reading on a benchmark 100 meter was 1.65 meter. If the inverted staff reading to the bottom of a veranda roof slab is 0.25 meter. മിസ്സേ, മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറയൂ. 53, what will be the level difference between 2 points? എയിലേക്ക് നമ്മൾ സൈറ്റ് ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ട് നമ്മൾ നോക്കി. അപ്പൊ എത്രയാ വന്നത്? 3.185 മീറ്റർ ആണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ബിയിലേക്ക് നോക്കുമ്പോൾ എന്താണ് വന്നത്? 2.685 ആണ് വരുന്നത്. ഓക്കെ,
അപ്പോ എന്താണ് നമ്മുടെ അസംഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എ ആണോ ലോവർ, ബി ആണോ ലോവർ, ഹയർ, എവിടെയാണ് എ ആണോ ബി ആണോ മുകളിൽ നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ മിസ് അപ്പൊ ഓക്കെ ബി മിസ് ആണ് ഹയർ ഉണ്ടാവുക എയുടെക്കാൾ. അപ്പൊ ആ പോയിന്റിന്റെ വാല്യൂ നോക്കിയിട്ടല്ല എടുക്കണ്ടേ, ആ ലെവൽ ഡിഫറൻസ് നോക്കുമ്പോൾ ബി ആണ്, ബിയിലേക്കാണ് ആ ഡെപ്ത് കൂടുതൽ വരുന്നത്. അപ്പൊ ബി ആണ് ഹയർ നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബാക്ക് സൈഡ്. ഓക്കെ, ദി ബാക്ക് സൈഡ് റീഡിങ് 1.65 ആണ്. ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിങ് വരാന്ത റൂഫ് സ്ലാബിലേക്ക് എടുത്തിരിക്കുന്നത് 0.25 മീറ്റർ ആണ്. ഓക്കെ, സോ RL ഓഫ് ദി ബോട്ടം ഓഫ് ദി സ്ലാബ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇൻവേർട്ടഡ് സ്റ്റാഫിന്റെ ആണ് വരിക. അപ്പൊ എത്ര വരാം, എങ്ങനെ ചെയ്യാം? ഇത് വന്നിരിക്കുന്നത് എത്രയാണ്? ബെഞ്ച് മാർക്ക് 100 ആണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 100 + 5 ചെയ്യാം. അപ്പൊ കിട്ടി. എന്നിട്ട് മൈനസ് 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 ഓഫ് മൈനസ് ജെ, അതാണ് അവിടുത്തെ ഡിഫറൻസ് വരുന്നത്. ഇൻവേർട്ടഡ് സ്റ്റാഫ് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയേ. 100 ബെഞ്ച് മാർക്കിന്റെ റീഡിങ് പ്ലസ് അവിടുത്തെ നമ്മുടെ ബാക്ക് സൈഡ് റീഡിങ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? റെഡ്യൂസ് ലെവൽ കിട്ടി 1.65 ചെയ്തു നമ്മള്. അപ്പൊ നമുക്ക് ബെഞ്ച് മാർക്കിന്റെ അവിടെ റെഡ്യൂസ് ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാന്തയുടെ റൂഫ് സ്ലാബിന്റെ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. സോ അത് ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് ഓഫ് 0.25 എടുക്കണം. അപ്പൊ എത്ര വരുന്നത്? 101.9 ഓപ്ഷൻ ബി അല്ലേ? 00. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ വരിക കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. നമ്മൾ നോർമലി എടുക്കുന്ന പോലെയല്ല എടുക്കണ്ട. അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിൽ, ഇത് ഈ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദി സർഫസ് വിച്ച് ഈസ് പാരലൽ ടു മീൻ സ്ഫിരിക്കൽ സർഫസ് ഓഫ് ദി എർത്ത് ഏതാണ്? ലെവൽ സർഫസ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടില്ല. ഓക്കെ, ലെവൽ സർഫസ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. The leveling operation across a river is termed as. റിവറിന്റെ അക്രോസ് വരുമ്പോൾ അതിനെന്താ പറയാ? Reciprocal leveling. Okay. The height of a telescopic metric staff is 4 meter. 4 meter. Option B 4 meter ആണ് കേട്ടോ. Then error due to curvature in leveling operation is. curvature correction എത്രയാണ് വരുന്നത്? 0.0785. റിഫ്രാക്ഷൻ കറക്ഷൻ ഏതാ വരുന്നത്? ഈ 0.0113 എന്ന് പറയുന്നത് എന്താ? റിഫ്രാക്ഷൻ കറക്ഷൻ. ഇറ്റ് ഈസ് 1/7 ഓഫ് കർവേച്ചർ കറക്ഷൻ. ഓക്കെ, കർവേച്ചർ കറക്ഷന്റെ 1/7 ആണ് വരുന്നത് റിഫ്രാക്ഷൻ കറക്ഷൻ. ഇതെന്താണ്? 0.0673 d സ്ക്വയർ കമ്പൈൻഡ് കറക്ഷൻ. ഓക്കെ, അപ്പൊ അതിന് ശ്രദ്ധിക്കുക. ഡി എന്ന് പറയുന്നത് കിലോമീറ്ററിലാണ്, മീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടുക. പക്ഷെ ഡി എന്ന് പറഞ്ഞത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിലോമീറ്ററിലായിരിക്കും. ഓക്കെ, അതിന്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഇൻ എ ഡംബി ലെവൽ ദി ടെലിസ്കോപ്പ് options can be taken out of its support and reverse. It's rigidly fixed to a leveling head, can be tilted for an extent, none of the above. ഏതാണ് ആൻസർ വരിക? Rigidly fixed to the leveling head. Then 60, a level surface is dash. ഒരു ലെവൽ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? horizontal surface tangential to mean earth surface, horizontal surface perpendicular to plumb line, curved surface parallel to mean spheroidal surface of the earth, surface which includes plane of plumb line. Curved surface parallel to the mean spheroidal surface. Correct. Option C, curved surface parallel to mean spheroidal surface of the earth. അതാണ് a level surface എന്ന് പറയുന്നത്. A level surface is a curved surface parallel to mean spheroidal surface of the earth. Next question, 61. The first staff reading taken on a point of non-elevation after the 10 temporary adjustments of a leveling instrument is. Backside. Next question, the imaginary line passing through the
intersection of crosshairs and the optical center of the objective is known as. അതെ, Axis of എന്താണ് telescope. വരുന്നത്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ? മുമ്പുണ്ടായിരുന്നു ഒരിടയില്. Axis of the telescope. Axis of telescope. അത് ഓക്കെ, ഞാനത് ക്യാൻസൽ ചെയ്തു. ഓപ്ഷൻ സി ട്ടോ. ഡൗട്ട് വരും നോക്കിയതാ. A relatively non-point of fixed point of elevation above the datum is known as. Benchmark. Mark. The boundary of water of a still lake. ഇന്നലെ പറഞ്ഞതാണ്. ഏതാണ് ബൗണ്ടറി? Contour Level line. surface. കോണ്ടൂർ സർഫസ് അല്ല. Contour line. കോണ്ടൂർ ലൈൻ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കേട്ടോ. ലെവൽ സർഫസ് അല്ല വരിക, കോണ്ടൂർ ലൈൻ ആണ്, ബൗണ്ടറി ആണ് ചോദിച്ചിരിക്കുന്നത്. An example for a level surface. ലെവൽ സർഫസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? Surface of a still lake. സർഫസ് ഓഫ് എ സ്റ്റിൽ ലേക്ക്. അടുത്തത് മീൻസ് സീ ലെവൽ അറ്റ് കറാച്ചി ഈസ്. ടെമ്പറേച്ചർ അറ്റ് കറാച്ചി എത്രയാണ്? അത് ഓപ്ഷൻ എ ആണ്, 0 ട്ടോ. 0. The correction for refraction for a distance of 1 kilometer. Refraction correction ന്റെ ഇക്വേഷൻ എന്താണ്? 0.112 d square. 112 d square. അപ്പൊ ഇവിടെ d എന്താ തന്നിരിക്കുന്നത്? 1 ആണ്. അപ്പൊ ഡയറക്റ്റ് അതന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഓപ്ഷൻ എ വരും. ശ്രദ്ധിക്കാട്ടോ, അറിയാത്തവര് ആ റിഫ്രാക്ഷൻ കറക്ഷന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. 0.0113 ആവാം, അല്ലെങ്കിൽ 112 ഏതാണെന്ന് വെച്ചാൽ d സ്ക്വയർ ആണ്. അതിൽ d എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് 1 കിലോമീറ്റർ ആണ്. ആ d നമുക്ക് ആൻസർ കിട്ടുന്നത് മീറ്ററിലാണെങ്കിലും d എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കിലോമീറ്ററിലാണ്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് 1 കിലോമീറ്റർ ആണ്. അപ്പൊ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ. സോ 0.0112 തന്നെ വരും. മിസ് ബുക്കില് 0.112 എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. 0.0112 അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പുതിയ റാങ്ക് ഫയലിലാന്ന് തോന്നുന്നു മിസ്റ്റേക്ക്. എന്താ കൊടുത്തിരിക്കുന്നത്? 0.112. ഒരു 1 കൂടെ ഉണ്ടോ? അല്ല, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0 കൂടെ വേണം. 2 0 ഉണ്ടോ? പോയിന്റ് കഴിഞ്ഞിട്ട് 0 ഇല്ല. 0 ഇല്ല. എന്നാലും 0 ഇട്ടേക്ക്. ആ ഇക്വേഷനിലുള്ളതാണ്. 1 അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സെയിം ആ 0.0112 ആണ് ആൻസർ വരാം. അത് കറക്റ്റ് ചെയ്തേക്ക്. നിങ്ങൾ ആ സൈഡിൽ എഴുതിയിട്ടാൽ മതി 0.0112 d സ്ക്വയർ. അപ്പൊ ഡിക്ക് പകരം 1 കൊടുക്കുക. 0.0112 ഇൻറ്റു 1 സ്ക്വയർ. അപ്പൊ എന്താ വരിക? 0.0112 വരും. പുതിയ റാങ്ക് ഫയലാണെന്ന് വെച്ചാൽ പഴയതിൽ ഇങ്ങനെ തന്നെ കിടക്കുന്നത് 0.011. ശരിയാണല്ലേ, ഇതിലില്ല അല്ലെ? ഞാൻ എഴുതി ചേർത്തിരിക്കാം. പഴയ റാങ്ക് ഫയലിലും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എഴുതിയിട്ടേക്ക് കേട്ടോ. 0.0112 ആണ്. കറക്റ്റ് ചെയ്തേക്ക് കേട്ടോ റാങ്ക് ഫയലിലെ. ക്വസ്റ്റ്യൻ നമ്പർ 62 ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലേ പിന്നെ? അതാ എനിക്കൊരു ഡൗട്ട് വന്നത്. അതല്ലേ വരുന്നേ? ഇമാജിനറി ആക്സിസ് അല്ലല്ലോ വരുന്നേ. ആക്സിസ് എന്ന് പറയുമ്പോ ആ രണ്ടിന്റെ ഇടയിൽ വരുന്ന ആ ഒരു സെന്റർ പോർഷൻ അല്ലേ വരുന്നത്. എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ക്രോസ് ഹെയറിൽ കൂടി അതുപോലെ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ലൈൻ ഓഫ് കോളിമേഷൻ. എനിക്കതാണ് അവിടെ ഒരു ഡൗട്ട് വന്നത്. അപ്പൊ ഇതിന് 2 ആൻസർ വരുന്നില്ലേ? എയും ബിയും വരില്ലേ? എയും ബിയും വരും. ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് അല്ല കേട്ടോ അത്. ലൈൻ ഓഫ് കൊളിമേഷൻ എന്നും പറയാം, അങ്ങനെ ലൈൻ ഓഫ് സൈറ്റ്. ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് വരുമ്പോ ഒബ്ജക്റ്റീവിലും കൂടി കണക്ട് ചെയ്യുന്ന ആ ഒരു സെന്റർ, ആ ടെലിസ്കോപ്പിന്റെ അതിന്റെ സെന്ററിൽ വരുന്ന ആ ലൈനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ആ കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പുറത്തോട്ട് പോകുന്ന ആ ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ അവിടെ ഒരു ഡൗട്ട് വെച്ച് നിർത്തിയത്. അതാണ് ഞാൻ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തായിരുന്നു. അതിന് 2 ഓപ്ഷൻസും പറയാം. ഓപ്ഷൻ എയും വരാം, ഓപ്ഷൻ ബിയും വരാം.
മാർക്ക് ചെയ്തതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 68. In an internal focusing telescope, focusing is achieved by the movement of a lens which is fitted inside the telescope, and the lens is of the nature of internal focusing telescope. അത് concave ആണ്. ഓപ്ഷൻ ബി concave. Next question. In rise and fall method, a complete check is provided on the calculation of. എവിടെ എന്തിനാണ് വരുന്നത്? All the sides. All the above. ബാക്ക് സൈറ്റ്, ഫോർ സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതാണ് റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ ഓൾ സൈഡ്സിലും ചെക്ക് വരുന്നുണ്ട്. ഇനി 70. A level line is എന്താണ്? Horizontal line parallel to mean spheroidal Parallel to surface. mean spheroidal surface of the earth. Next one, 71. A benchmark. Point of non-elevation. Point of non-elevation. The imaginary line joining the intersection of crosshairs at diaphragm to the optical center of the object glass and its continuation is. Line of sight. Line of sight. Line of sight. Correct sentence. And imaginary line joining intersection of crosshairs at diaphragm to the optical center of the object glass and its continuation. അതിനെയാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞല്ലേ. ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്തത് അല്ലേ, കണ്ടിന്യൂഷൻ വരാത്തത്. ഏത് ലൈൻ ഓഫ് നേരത്തെ പറഞ്ഞതിൽ 2 ഓപ്ഷൻ ഇല്ലായിരുന്നോ? ഞാൻ കറക്റ്റ് വായിച്ചുതരാം. Line of collimation equal അല്ലേ? അത് രണ്ടും സെയിം ആണ്. ലൈൻ ഓഫ് സൈറ്റും ലൈൻ രണ്ടും ഓഫ് കൊളിമേഷനും സെയിം ആണ് കേട്ടോ. അല്ല, അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിലാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലല്ലോ, അത് രണ്ടിനും ഓർ ഇട്ടിട്ടാണ്. രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആണ്. സെയിം കണ്ടിന്യൂഷന്റെ ആ ഒരു സെൻസ് വരുന്നത് ലൈൻ ഓഫ് സൈറ്റിലും അതുപോലെ ലൈൻ ഓഫ് കൊളിമേഷനും ആണ്. അത് രണ്ടും സെയിം ആണ് കേട്ടോ. ലൈൻ ഓഫ് കൊളിമേഷനും ലൈൻ ഓഫ് സൈറ്റും. അത് നിങ്ങളുടെ ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പും ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോഴാവും അങ്ങനെ ഓർമ്മ കേൾക്കുന്നുണ്ടാവുന്നത്. കണ്ടിന്യൂഷൻ വരുന്നത് ലൈൻ ഓഫ് കൊളിമേഷൻ. അടുത്തത് all points on the line of sights are dash from the surface of the earth. All points on the line of sight are equidistant ആണോ, പാരലൽ ആണോ, നോൺ ഇക്വിഡിസ്റ്റന്റ് ആണോ, ഇൻക്ലൈൻഡ് ആണോ? ഇക്വിഡിസ്റ്റന്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലല്ലോ, നോട്ട് ഇക്വിഡിസ്റ്റന്റ് ആണ്. അടുത്തത് കാൽക്കുലേറ്റ് ദി കറക്ഷൻ റിഫ്രാക്ഷൻ കറക്ഷൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 600 മീറ്റർ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 0.6 കിലോമീറ്റർ. 0.6 കിലോമീറ്റർ ആക്കാം. നമുക്ക് ഇവിടെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ കിലോമീറ്റർ ആക്കാം. അപ്പൊ 0.6 കിലോമീറ്റർ വരും. 0.0112 ഇൻറ്റു 0.6 ചെയ്യാം. എത്ര വരുന്നത്? 6 സ്ക്വയർ. ഡി സ്ക്വയർ ആണ് വരുന്നത്. 0.6 സ്ക്വയർ എത്ര വരുന്നത്? 0.004. റിഫ്രാക്ഷൻ കറക്ഷന്റെ ഇക്വേഷൻ ഓർമ്മ വയ്ക്കുക. 0.0112 ഡി സ്ക്വയർ ആണ്. അതിൽ ഡി നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് മീറ്ററിലായതുകൊണ്ട് അതിനെ കിലോമീറ്റർ ആക്കാം. അപ്പൊ 0.6 കിലോമീറ്റർ വരും. അപ്പൊ 0.0112 ഇൻറ്റു 0.6 സ്ക്വയർ. അപ്പൊ അത് ചെയ്യുമ്പോൾ 0.004 മീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടാം. ഓക്കെ, ഇത് ഇങ്ങനെ ഓപ്ഷനിൽ 0.004 കിലോമീറ്റർ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പൊ മീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടാം. കിലോമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചോളാം. അടുത്ത 75. The first reading taken after setting up the instrument is called back side. back side. Option A. 76. In dash type level, the line of collimation is not at right angles to the vertical axis if the instrument is permanent adjustment. Tilting level. Tilting level. Option D. Tilting level.
അതൊക്കെ ഒന്ന് വായിക്കാം കേട്ടോ. നമ്മുടെ റാങ്ക് ഫയലിൽ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിക്കാം. പോർഷൻസ് ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവൽസിന്റെ പോർഷൻ ഒക്കെ. ആസ് പെർ പ്രിൻസിപ്പൽ ഫോർ ടെസ്റ്റിംഗ് ദി എറേഴ്സ് ഇൻ ഇൻസ്ട്രുമെന്റ്സ് ദി അപ്പാരന്റ് എറർ ഓൺ റിവേഴ്സൽ ഇസ് ഡാഷ് ദി എത്ര ടൈംസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പാരന്റ് എറർ ഓഫ് റിവേഴ്സൽ is equal is dash times the actual error. പഠിക്കുക 2 times. Option A 2 times. Then line of collimation and line of and axis of the telescope are 78. എന്താണ് coincide. Coincide. കോയിൻസൈഡ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പാരലിനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. മോസ്റ്റ് നിങ്ങളുടെ എന്താ ആൻസർ മാർക്ക് ചെയ്തിരിക്കുന്നത്? പാരലലിന് പറയാൻ പറ്റില്ല, കോയിൻസൈഡ് അല്ലെ? പാരലൽ കേട്ടോ, പാരലൽ മാർക്ക് ചെയ്തോളൂ. റിവേഴ്സിബിൾ ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്കത് കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് പറയാം. പക്ഷെ ടെലിസ്കോപ്പിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാവുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് അത് കോയിൻസൈഡ് ചെയ്യുന്നു പറയാൻ പറ്റില്ല, പാരലലിനാണ് അത് എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് നോക്കി കഴിഞ്ഞത് കോയിൻസൈഡ് എന്ന് തോന്നും, പക്ഷെ അത് പാരലലിനാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. 78. Line of collimation and the axis of the telescope are parallel. Okay. 79. When it is not possible to set up the level midway between 2 points, the method of leveling to carry forward the levels on the other side of the obstruction is called. When it is not possible to set up the level midway between 2 points. Reciprocal. Reciprocal leveling. എല്ലാം ഒക്കെ വായിച്ച് കഷ്ടപ്പെടുന്നു വേണ്ട. ആ ഒരു മെയിൻ സെന്റൻസിനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എടുക്കാം. When it is not possible to set up the level midway between the 2 points. അപ്പൊ പറയുന്നത് അടുത്ത അതർ സൈഡിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാവുന്നതാണ് റെസിപ്രോക്കൽ ലെവലിംഗ്. Then 80. The term height of instrument. എന്താണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? Elevation of line of sight with respect to datum. Datum. Okay, datum എന്നുള്ള ഹൈറ്റ്. Option B. Then 81. While leveling on a steep slope, it is preferable to set up the instrument successively along Zigzag line. Option A. While leveling on a steep slope, it is preferable to set up the instrument successively along a zigzag line. Option A. Which of the following benchmarks is assumed for a small project? ഒരു ചെറിയ പ്രൊജക്ടിനൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ബെഞ്ച്മാർക്ക് എടുക്കുക? arbitrary benchmark. Option C. Then rise and fall method of leveling is ഇതാണ് ലെസ് ആക്യുറേറ്റ് ആണോ? നോട്ട് suitable for leveling with the tilting level. Hooker ആണ്. Provides a check on the reduction of intermediate points level. Option D. The method of surveying used for determining relative height of points on the Earth's surface is called Leveling. Option B. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല. According to BIS, the length of folding stuff is 4 meter. Option B ആണ് വരുന്നത്. ഫോൾഡിംഗ് സ്റ്റാഫിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 4 meter. meter. അപ്പൊ നമ്മുടെ ലെവലിംഗിന്റെയും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെവലിംഗ് കഴിഞ്ഞു, പ്ലെയിൻ ടേബിൾ കഴിഞ്ഞു. ഓക്കെ. ഇതിന് അടുത്തത് കോണ്ടൂർ ആണ് എടുക്കാതെ. നിങ്ങൾ ക്ലാസ് കേട്ടായിരുന്നോ കോണ്ടൂറിന്റെ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളു, ഒരു 25 ക്വസ്റ്റ്യൻസ് ഉള്ളു. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യാം. ഫയൽ എടുക്കണേ കേട്ടോ.
കാണുന്നല്ലേ കോണ്ടൂറിന്റെ ഫയൽ? വിസിബിൾ ആണോ? യെസ്. കാണാല്ലേ? കാണുന്നുണ്ട്. ഓക്കെ. 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോണ്ടൂറിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിയോഡറായിട്ട് എടുക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കോണ്ടൂർ ലൈൻസ് ക്രോസ് റിഡ്ജ് ഓർ വാലി ലൈൻസ് അറ്റ് എത്ര ഡിഗ്രിയിലാണ്? 90 degree. 90 degree. Option D, 90 degree. A series of closed contour lines on the map with the lower to higher values inside them represents a Hill. Option B. The instrument used for measuring the area on a contour. Area measure ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് planimeter ആണ്. Option C. The contour lines can cross one another on the map only in the case of cross ചെയ്യുന്നത് Overhanging cliff. Overhanging. Contour lines cross bridge or നമ്മൾ already പറഞ്ഞതാണ് 90 degree. Option D തന്നെയാണ്. The contour interval depends upon the nature of the ground, scale of the map, purpose and extent of the survey, all of these. All of these. Option D. The contour lines can cross one another in the case of Overhanging cliff. overhanging cliff. When several contours coincide, it indicates Vertical cliff. vertical cliff. Option A. Suitable contour interval for a map with scale 1:10,000. 2 meter. 2 meter. Direct method of contouring is direct method ഉണ്ട്, indirect method ഉണ്ട്. Direct method എന്ന് പറയുന്നത് എന്തായിരിക്കും? Most accurate method ആണ്. ഓക്കെ. ടൈം കൂടുതലായിരിക്കും, പക്ഷെ ആക്യുറേറ്റ് മെത്തേഡ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഡയറക്റ്റ് മെത്തേഡ് ആണ്. 11th question. Which of the following method is most commonly used in route survey? ഇതൊരു important question ആണ്. ഏതാണ്? By cross section. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് പഠിച്ചോളൂ. അത് റിപ്പീറ്റഡ് ആയി ചോദിക്കാറുള്ളതാണ്. Which of the following methods is used for interpolating contour points between 2 points? arithmetic calculation. Then the definite height difference between two contour lines. Height difference എന്താ പറയാ നമ്മള്? Contour interval. Option B. A set of closed contours with a higher value outside and a lower value inside. Lower value inside lo varumbo adenda vara Depression. ഓർത്തോളോ, ലോവർ വാല്യൂ ഇൻസൈഡ് വരുന്നത് ഡിപ്രഷൻ ആയിരിക്കും. ഓക്കെ. The level horizontal distance between two consecutive contours. Horizontal equivalent. ശ്രദ്ധിച്ചോളൂ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹൊറിസോണ്ടൽ ഈക്വലന്റ് ആണ് അത് വരുന്ന ആൻസർ. 16th question. Closed contours of decreasing value towards their center represents a Depression. Option B, depression. Contour lines look to cross each other in the case of Overhanging cliff. repeated overhanging cliff. An imaginary line lying throughout the surface of the ground and preserving a constant inclination to the horizontal is known as Contour line. Contour gradient. Gradient ആണ് കേട്ടോ. Contour line എന്ന് പറയാൻ പറ്റില്ല, contour gradient. Imaginary line അല്ലേ ചോദിച്ചേക്കുന്നത്? പക്ഷേ Imaginary line ആണ്. നോക്കട്ടെ, ടെക്സ്റ്റിലെ ചിലപ്പോ കറക്റ്റ് സെന്റൻസ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. ഞാൻ നോക്കുക. അതിന്റെ ആൻസർ വരുന്നത് കോണ്ടൂർ ഗ്രേഡിയന്റ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കാം, ചെക്ക് ചെയ്തോളൂ. കോണ്ടൂർ ബണ്ടിങ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹില്ലി ഏരിയ. അത് ഹില്ലി ഏരിയ, അതുപോലെ സ്ലോപ്പി ഏരിയാസിനൊക്കെ കോണ്ടൂർ ഫാമിംഗ് എന്നൊക്കെ പറയുന്ന പോലെ കൊടുക്കുന്നതാണ് കോണ്ടൂർ ബണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. ലാൻഡ് മാനേജ്മെന്റ് പ്രാക്ടീസ് ഫോർ സ്ലോപ്പിംഗ് ഹില്ലി ഏരിയ
സോയിലിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ നോർമലി കോണ്ടൂർ ബണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലേസ്മെന്റ് ഓഫ് ലൈൻസ് ഓഫ് സ്റ്റോൺസ് അലോങ് ദി നാച്ചുറൽ റൈസസ്. നമുക്ക് ഈ റെയിൻഫോൾ ഒക്കെ റൺ ഓഫ് ആയിട്ട് പോണേക്കാൻ മുമ്പ് അതിനെ സേവ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഹില്ലി ഏരിയാസിലും അതുപോലെ സ്ലോപ്പിംഗ് ഏരിയാസിലൊക്കെ കൊടുക്കുന്നതാണ് കോണ്ടൂർ ബണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻ ഇമാജിനറി ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. Contour line. Contour line. A contour interval is എങ്ങനെയാണ് ഫ്ലാറ്റിലും ഹില്ലിലും വരുമ്പോ? Inversely proportional. Inversely proportional to the scale of map. Then, what is a contour line? Line with equal elevation. Line with equal elevation. Option C ആണ് കേട്ടോ. അടുത്തത് a series of uniformly spaced contour lines. ഏതായിരിക്കും? 23. Uniformly spaced ആണ്. Uniform slope. Okay. If the external contour is higher than internal contour, it is found to be a external Valley. contour valley. Option D. 25. Dash where the contour lines intersect each other. Overhanging cliff. Overhanging cliff. Cross each other എന്ന് പറയുമ്പോൾ അവിടെ ഓവർഹാങ്ങിങ് ക്ലിഫ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, വളരെ കുറച്ചുള്ള, പക്ഷെ ഇത്രയും മാത്രമല്ല കോണ്ടൂർ. നിങ്ങൾ അതിന്റെ റൺ ഫയലിലുള്ള പോർഷൻസ് വായിക്കുക, ക്ലാസ് കാണുക. ഇനിയും ഉണ്ട് കേട്ടോ, അതിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് കോണ്ടൂറിന്റെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഭാഗം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതിന് അടുത്തത് ഞാൻ ഫയൽ എടുക്കട്ടെ കേട്ടോ. അടുത്തത് തിയോഡലൈറ്റ് ആണ്. ക്വസ്റ്റ്യൻ കാണുന്നല്ലേ നമുക്ക് തിയോഡലൈറ്റിന്റെ? First question. The sum of interior angles of a closed traverse is 2n minus 4 minus 4 into into 90. 4 into 90. Right angles. Which is the natural error? തന്നിരിക്കുന്നതില് ഏതാണ് നാച്ചുറൽ എറർ വരുന്നത്? Error due to refraction. Refraction. Option B. Which type of theodolite are used for higher precision work? തന്നിരിക്കുന്നതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഒന്ന്? ഡിജിറ്റൽ ഉണ്ട്, ട്രാൻസിറ്റ്, എഞ്ചിനീയേഴ്സ്, നോൺ ട്രാൻസിറ്റ്. ഏതായിരിക്കും? ഡിജിറ്റൽ. ശരിയാണ്, ഡിജിറ്റൽ തിയോഡലൈറ്റ് ആണ് ഹയർ പ്രിസിഷൻ വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ angle of transit telescope that can be revolved in a vertical plane above its horizontal axis? Angle of transit telescope ആണ് വിളിക്കുന്നത്. 180 degree. 180. അതെ, 180 degree. Option D. Setting out a curve by two theodolite method involves Angular measurements. Angular measurements only. Option B. Angular measurements only. Sixth question. What is the name of the test in permanent adjustment of a theodolite? Arc test, spire test, vertical circle index test, collimation and azimuth test. ഏതാണ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ടെസ്റ്റ്? അത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സ്പയർ ടെസ്റ്റ്. ഓപ്ഷൻ ബി. ആ ടെസ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ആ പേര് ഓർത്ത് വെക്കുക. പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നതാണ് സ്പയർ ടെസ്റ്റ്. Which is the instrumental error in theodolite survey? തന്നിരിക്കുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഇൻസ്ട്രുമെന്റൽ എറർ വരുന്നത്? Eccentricity of vernier. Then centering is an operation observed in train table, compass, theodolite, all of the above. Centering എവിടെയൊക്കെ വരാം? All of the above. എല്ലാറ്റിലും നമ്മൾ സെന്ററിങ് ചെയ്യുന്നുണ്ട്. So answer is all of the above. 9th question. Under ordinary conditions, the precision of a theodolite traverse is affected by
under ordinary conditions ആണ് ചോദിച്ചിരിക്കുന്നത്. Precision of a theodolite traverse is affected by. ഇത് വരുന്ന ഓപ്ഷൻ സി ആണ്, systematic linear errors. Systematic linear errors. 10th question. The included angles of a theodolite traverse are generally measured. ഏത് ഡയറക്ഷനിലാണ്? Clockwise from forward station, anti-clockwise from back station, anti-clockwise from forward station, clockwise from back station. ഏത് ഡയറക്ഷനിലാണ് included angles of a theodolite traverse measure ചെയ്യുന്നത്? It is clockwise from back station. Option D ആണ് അതിന്റെ ആൻസർ പറയുന്നത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്ത് സാർ പറയാറില്ലേ, അത് മാത്രം കുറെ പ്രാവശ്യം പഠിക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ്, ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കി പഠിക്കുക കേട്ടോ. ഇൻക്ലൂഡഡ് ആംഗിൾസ് ഓഫ് തിയോഡലൈറ്റ് മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഫ്രം ബാക്ക് സ്റ്റേഷൻ. ദെൻ ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസ് ആർ കണക്റ്റഡ് വിത്ത്. എന്തുമായിട്ട് കണക്ട് ചെയ്ത്? ട്രാവേഴ്സ്. 12th question. The theodolite is an instrument used for measuring very accurately dash angle. Horizontal ഉണ്ട്, vertical ഉണ്ട്, both angles ഉണ്ട്, linear measurements ഉണ്ട്. ഏതായിരിക്കും? horizontal and vertical. So both. Option C. 13th question. An imaginary line joining points of intersection of crosshairs of a diaphragm and the optical center of the object glass is known as. Line of collimation. Option D. Then next question. How is the size of theodolite is defined? diameter. Option C. Then 15th question. Face left and face right observations എന്ത് error ആണ് eliminate ചെയ്യുന്നത്? Index error. Option B. ഇനി പാരലാക്സ് എറർ നമ്മൾ എങ്ങനെയാ റിമൂവ് ചെയ്യാം? Focusing of ഫോക്കസ് ചെയ്തിട്ട്. ഓക്കെ. എക്സെൻട്രിസിറ്റിയോ? Both vernier reading. Both verniers. Okay. The next question. What is the closing error if the sum of observed interior angles of the traverse is 358 degree ആണെന്ന് വെച്ചാൽ എന്തായിരിക്കും അവിടുത്തെ ക്ലോസിംഗ് എറർ വരുന്നത്? എറർ എന്താ വരാ? സൈൻ എന്തായിരിക്കും വരാ? 358 ആണ് വരുന്നത്. എത്ര വരണ്ടേ നമുക്ക്? ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾസ് 360 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 2 ഡിഗ്രി കുറവാണ് വരുന്നത്. അപ്പൊ എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? -2 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. അത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യാ. -2 ആണ്. അത് 6 അവിടെ കയറി വന്നേക്കുന്നതാ. 2 ആണല്ലോ, ആ 6 അവിടെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. -2 ഡിഗ്രി. എല്ലാവരുടെയും റാങ്ക് ഫയലിൽ കറക്റ്റ് ചെയ്യുക. പുതിയ റാങ്ക് ഫയലിൽ എന്താ വന്നിരിക്കുന്നത്? പുതിയതിലും അതുപോലെ തന്നെയാ. അതുപോലെ തന്നെ. അപ്പൊ 6 ആണെന്ന് ക്യാൻസൽ ചെയ്ത് കട്ട് ചെയ്ത് കളയാ. ഓക്കെ, ഇപ്പൊ -2 ഡിഗ്രി ആണ് അവിടുത്തെ ക്ലോസിംഗ് എറർ വരുന്നത് കേട്ടോ. Then 17th question. What is the method if magnetic bearing of the first line only is measured in theodolite? Fast needle method. 17th one, option B, fast needle method. What is the method if magnetic bearing of first line is measured? Next question, 18th question. What is the test in permanent adjustment of theodolite? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതാണ് വരുന്നത്? Spire test. Option A. 19th question. What is the term for rotating the telescope in horizontal plane about its vertical axis? Swinging. Option A. Centering error of a theodolite produces an error. In all angles equally, which does not vary with the direction of pointing, which varies with the direction of pointing and inversely with the length of sight, none of the above. Centering error of a theodolite produces an error which varies, option C ആണ് വരുന്നത്, which varies with the direction of pointing and inversely with the length of sight. Option C മാർക്ക് ചെയ്യാം കേട്ടോ.
which varies with the direction of pointing and inversely with the length of the sight. Next one, in theodolite, the verniers A and B എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? എയും ബിയും മാർക്ക് ചെയ്തിരിക്കുന്നത് ഏത് പ്ലേറ്റിലാണ്? upper plates, അപ്പർ പ്ലേറ്റില്. ലോവർ പ്ലേറ്റിലോ? main scale readings. The next one, what is the purpose of focusing eyepiece in temporary adjustment of a theodolite? Crosshairs are seen sharp and distinct. Parallax error, Parallax error eliminate remove ചെയ്യാൻ. ചെയ്യാൻ. അതാണ് മോസ്റ്റ് To eliminate എടുക്കാവുന്ന parallax എറർ കേട്ടോ. മോസ്റ്റ് സൂട്ടബിൾ ആയിട്ട് എടുക്കാവുന്നത് to eliminate the parallax error. The closing error in a closed traverse is adjusted by Bowditch's rule, Bowditch's rule. Option C. Plunging or reversing of the theodolite is also called. അതിന്റെ വേറെ പേരെന്താണ്? Transiting. Transiting. Theodolite is an instrument used for options For Measurement of both horizontal horizontal and and vertical. vertical angles. Option D. A telescope is said to be inverted. Inverted, അത് റിപ്പീറ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കഴിഞ്ഞ എക്സാമിനൊക്കെ. 26. A telescope is said to be inverted if എപ്പോഴാണ്? ലൈൻ ഓഫ് സൈറ്റിന്റെ vertical ബേസിൽ side പറയുമ്പോൾ place right and വെർട്ടിക്കൽ സൈഡ് double of റൈറ്റ് telescope is down. ഡൗൺ. ഓക്കെ. ഓപ്ഷൻ എ. ഇനി ട്രാൻസിറ്റ് 22ാമത്തെ ക്വസ്റ്റ്യനെ അത് ഡി ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്രോസ് ആർ സീൻ ഷാർപ്പ് ആൻഡ് ഡിസ്റ്റന്റ്. കാരണം ടെമ്പററി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണോ എന്നറിയില്ല. പാരലാക്സ് എറർ റിമൂവ് ചെയ്യാനല്ലേ നോക്കത്? പക്ഷെ പാരലാക്സ് എറർ റിമൂവ് ചെയ്യാനായിട്ട് നമ്മള് ഐപീസും ഒബ്ജക്റ്റും ഫോക്കസ് ചെയ്യണം. നോക്കിട്ട് പറഞ്ഞുതരാം. കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. ഒന്നുകൂടെ നോക്കിയോട്ടെ. Next, in a transit theodolite, when the line of collimation is horizontal, the vertical vernier circle must read 0. 0. Option A. The line of collimation and axis of the telescope are. Line of collimation and axis of the telescope എന്താണ്? സെയിം ആണോ അതോ വൺ ആണോ? വൺ ആൻഡ് സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണ്. ഓപ്ഷൻ ഡി. ഇത് കോമ്പസിൽ ഇത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? സെയിം ക്വസ്റ്റ്യൻ. ലൈൻ ഓഫ് കൊളിമേഷൻ ആൻഡ് ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് ആർ ഡിഫറെന്റ്. ഡിഫറെന്റ് അല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മള്? അത് പാരലൽ ആണോ എന്ന് ചോദിച്ചു. അതൊക്കെ ഓക്കെ. The sensitivity of a bubble tube can be increased by. എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി ചെയ്യുന്നത്? Increasing the radius of the tube. Option C. The size of the theodolite is determined by diameter of lower plate. ശ്രദ്ധിച്ചോളൂ, diameter of the lower plate ആണ്. Size of the theodolite is determined by diameter of the lower plate. Next question. The error due to eccentricity of inner and outer axis can be eliminated by. Eccentricity remove ചെയ്യുന്നത് എങ്ങനെയാണ്? Reading both the verniers. അതായത് reading both verniers and taking mean of the two. Option A. When angular measurements more precise ആവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ ഏതാ? Transit. Equally precise ആവുമ്പോഴോ? Bowditch's rule. Okay. In theodolite, reading both verniers eliminate. എന്താണ് eliminate ചെയ്യുന്നത്? Eccentricity. The sensitiveness depends upon dash of the bubble tube. Radius of curvature. Option A. 35. In a vernier theodolite having least count 20 seconds. അതില് കറക്ഷൻ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ? മുമ്പുണ്ടായിരുന്നവര്
ഒന്ന് നോക്കിയാ ക്വസ്റ്റ്യനിൽ ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാട്ടോ, അതിൽ എന്തോ ഒരു കറക്ഷൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ ആൻസറിലോ ക്വസ്റ്റ്യനിലോ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ അതിനിടെ? 1/60 into 20 എന്നേ ഉള്ളൂ. ഡിഗ്രി ഇല്ല. ഡിഗ്രി ഇല്ലാന്ന് അല്ലേ? ഓക്കെ ഓക്കെ. Okay. 36 to measure vertical angle of an object. വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് റീഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിലാണ് സെറ്റ് സീറോ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. നോ നീഡ് ഓഫ് സെറ്റ് ഉണ്ട് സീറോ ഉണ്ട് പറഞ്ഞ നോ നീഡ് ഓഫ്. 36 സി ആണ്. ട്രാൻസിറ്റ് റൂൾ ഫോർ കറക്ഷൻ ഓഫ് ട്രാവേഴ്സ് is adopted when transit rule നമ്മളിപ്പോ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, ഏതാണ് വരുന്നത്? ആംഗുലർ മെഷർമെന്റ്സ് ആർ മോർ ആക്യുറേറ്റ്. തിരിച്ചു മറിച്ചൊക്കെ അവർ ചോദിക്കും കേട്ടോ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ആവും, അത് ശ്രദ്ധിക്കണം. The relative error of closure in theodolite traversing is എന്താണ് ആ റിലേറ്റീവ് എറർ ഓഫ് ക്ലോഷർ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എറർ ഓഫ് ക്ലോഷർ ടോട്ടൽ പെരിമീറ്റർ. ഓപ്ഷൻ സി ആണ്. പഠിക്കേണ്ടത് റിലേറ്റീവ് എറർ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് എറർ ഓഫ് ക്ലോഷർ ടു ടോട്ടൽ പെരിമീറ്റർ. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിപ്പോയോ? സൗണ്ട് ഒന്നും കേൾക്കാനില്ലല്ലോ. ഇപ്പോ ആദ്യത്തിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ രണ്ടുപേരുടെ സൗണ്ട് കേൾക്കുന്നുള്ളൂ. സ്പീഡ് കൂടുതലാണോ? നമുക്ക് ഇത് കുറെ ക്വസ്റ്റ്യൻസ് ഇനി മോഡേൺ സർവേ എന്നുള്ള ഒരു പോർഷനും കൂടി ഉണ്ട്. തിയോഡലൈറ്റ് കഴിഞ്ഞിട്ട് വേണം മോഡേൺ സർവേ. മോഡേൺ സർവേയിൽ ഒരു 40 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാനായിട്ട്. ഓക്കെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് അങ്ങനത്തെ ചെയ്തൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആകുമ്പോൾ സമയം കുറെ പോകും. ഇതാവുമ്പോൾ ജസ്റ്റ് വായിച്ചു വിടല്ലോ. നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് തന്നെ പഠിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ എടുക്കുന്നത് കേട്ടോ. 39. The layman's rule. It is applied to reduce the size of. എന്തിനു വേണ്ടിയിട്ടാണ് layman's rules? Triangle of error reduce ചെയ്യാൻ വേണ്ടി. ഓപ്ഷൻ എ. അടുത്തത് 40. The most accurate instrument for measuring horizontal and vertical angle. Theodolite. Option D. In a theodolite traversing, the angular error should not exceed 22nd least count using 22nd least count theodolite and n. It is the number of sides. Angular error should not exceed. എന്താണ് ഇക്വേഷൻ വരുന്നത്? ഓപ്ഷൻ എ 22nd into root n. ഓപ്ഷൻ എ ആണ്. 42. The vertical circle of the instrument is on the left side of the observer while taking the reading. ആ പൊസിഷൻ എന്താണ് നമ്മൾ പറയാ? 42. നോർമൽ പൊസിഷൻ ആണ് അല്ലെ? നോർമൽ പൊസിഷനിൽ എത്തുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി എന്ന് പറയാം കേട്ടോ. ബി ആൻഡ് സി വരും. Then a traverse deflection angle is 0 to 180. 0 to 180. അത് സി ആണോ? സി അല്ലേ വരുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻക്ലൂഡഡ് ആംഗിൾ ആൻഡ് 180. The most reliable method of plotting a theodolite traverse is by independent. Option B. By independent coordinates of each station. Option B. Next one, a 15 centimeter theodolite means 15 centimeter diameter of the lower plate. നമ്മുടെ സൈസ് പറയുന്നത് അത് ബേസ് ചെയ്താണ്. ഒരു ഡയമീറ്റർ ഓഫ് ദി ലോവർ പ്ലേറ്റ് ആണ് ആ 15 സെന്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. Then 46. The theodolite is said to be normal when its vertical axis is normal condition എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ? എന്താണ് വരുന്നത്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഒബ്സർവർ. ഓപ്ഷൻ സി. 47. In theodolite traversing method consists in measuring several angles successively and finally closing the horizon at the starting point. അതിനെന്താ പറയാ നമ്മള്? Reiteration method. Option B.
Then 48. For a theodolite, transiting is the operation of revolving the telescope through dash degree in the vertical plane above the horizontal axis. എത്ര ഡിഗ്രിയിൽ ടേൺ ചെയ്യുന്നതിനാ ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്? 180 ഡിഗ്രി. 180. Option B. 49. In a theodolite, if the vertical circle vernier do not read 0 when line of sight is horizontal, the vertical angle measured will be incorrect. That error is known as Index error. that is index error. Option Index. C, index error. Then list out of transit theodolite. Transit theodolite list out 20 second. 20 second. Option C, 20 second. Next one, the process of turning the telescope about the horizontal axis in the vertical plane by 180 degree revolution is known as. Sitting, അതെല്ലാം വരില്ലേ? plunging, reversing. Plunging, reverse. 3 എണ്ണം വരും കേട്ടോ. സ്വിങ്ങിങ് ഒഴിച്ച് 3 എണ്ണം മാർക്ക് ചെയ്യാം. റിവേഴ്സിങ്, ട്രാൻസിറ്റിംഗ് ആൻഡ് പ്ലഞ്ച്. Plunging. മാർക്ക് ചെയ്യുക. എയും ബിയും സിയും അതിന് ആൻസർ ആയിട്ട് വരും. ഇൻ കേസ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബവ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വിങ്ങിങ്ങിന് പകരം ഓൾ ഓഫ് ദി അബവ് ആയിരുന്നു എന്ന് വെച്ചാൽ അതെടുക്കായിരുന്നു നമുക്ക്. ഓക്കെ. Then next one, 52. When taking a backside with a theodolite, the screw which is tightened first. ഏത് സ്ക്രൂ ആണ് നമ്മൾ ആദ്യം ടൈറ്റ് ചെയ്യുക? ലോവർ ടാൻജന്റ് സ്ക്രൂ. Lower times. Option B. For balancing the traverse, dash rule is used when equally precise ആവുമ്പോൾ angular measurements Bowditch's linear rule. equally precise ആവുമ്പോൾ Bowditch rule, angular measurements more precise ആവുമ്പോൾ transit rule എടുക്കാം. Then to observe an included angle with a better accuracy, the method preferred. Better accuracy വേണ്ടപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് Repetition. repetition method. Option B. Okay, option B. Next 55. Fine adjustment of a theodolite. ഏത് സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാ തിയോഡലൈറ്റില്? Tangent. Tangent screw വെച്ചിട്ട്. Option A. 56. A theodolite fitted with a dash is used for tachyometry. Tachyometry Stadia hairs. stadia hairs. ഇന്നലെ നമ്മള് ഒരു എത്ര ക്രോസ് ഹെയർസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ക്വസ്റ്റ്യൻ? അത് 3 തന്നെയാണ് കേട്ടോ അതിന്റെ ആൻസർ. അത് നമ്മൾ ഡൗൺ മാർക്ക് ചെയ്തായിരുന്നു. അത് 3 തന്നെയാണ് വരുന്നത്. Then 57. An instrument used for measuring horizontal and vertical angles accurately. ഏതാണ് വരുന്നത്? Theodolite. Option B. Next question. The operation for the instrument. 58. Operation of The centering operation is- of centering, it is facilitated by providing an additional arrangement called dash for a theodolite. And option C ആണ് Shifting center. shifting center. Option C. The operation of centering is facilitated by providing an additional arrangement called shifting center for a theodolite. Next question. What is the sign of the latitude and 0 to 90 വരുമ്പോ സൈൻ ഏതാ വരാ? Positive. രണ്ടും Positive. പോസിറ്റീവ് വരും. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പോസിറ്റീവ് വരും. ഓപ്ഷൻ എ. Then 60. What is the closing error if the നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. -2. അതിലും -2 തന്നെ ആക്കുക കേട്ടോ. 26 അല്ല -2 ആണ് വരുന്നത്. എറർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറവ് 2 ഡിഗ്രി കുറവാണ്. അതുകൊണ്ടാണ് -2 എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇത്രയും കഴിഞ്ഞു അല്ലെ നമ്മുടെ മോഡൽ സർവേ ആണല്ലോ എടുത്തത്. അപ്പൊ നമ്മുടെ തിയോഡലൈറ്റ് കഴിഞ്ഞു. മോഡൽ സർവേ പറഞ്ഞ ഇന്ന് പറയണോ? മിസ്സേ ആ 35 and 36 ഒന്ന് കാണിക്കോ? ഏതാണ്? 35 and 36. 35. അതിൽ ആ ഡിഗ്രി വേണ്ട കേട്ടോ. 1/60 into 20 മാർക്ക് ചെയ്താൽ മതി. ഡിഗ്രി എന്നുള്ളത് കട്ട് ചെയ്തേക്ക്. മിസ്, 52ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കോ?
52. When taking a backside with the theodolites, the screw which is tightened first, lower tangent screw. പക്ഷെ ഇത് ലോവർ ക്ലാമ്പ് സ്ക്രൂ ആണോ? ടാൻജന്റ് നമ്മൾ മൈനർ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ലേ? ആദ്യം ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്തിട്ടല്ലേ നമ്മള് സൈറ്റിൽ നിന്ന് മാർക്ക് ചെയ്തിരുന്നേ മുമ്പുള്ളവരുടെ ലോവർ ടാൻജന്റ് സ്ക്രൂ. നോക്കട്ടെ ഒന്നുകൂടെ. ഞാൻ നോക്കിട്ട് പറയാട്ടെ, കൺഫേം ചെയ്തിട്ട് ഇതിൽ ഓപ്ഷൻ അപ്പർ ക്ലാമ്പ് സ്ക്രൂ മാർക്ക് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ടൈറ്റ് അപ്പർ ടാൻജന്റോ ആദ്യം മാർക്ക് ചെയ്തേക്കണം നമ്മള്. ആണോ? ടാൻജന്റ് സ്ക്രൂ വരുമെന്നാണ് ആള് ഡൗട്ട് ചോദിച്ചത്. ടാൻജന്റ് എന്ന് പറയുമ്പോൾ ഫൈൻ അഡ്ജസ്റ്റ്മെന്റിനല്ലേ വരുന്നത്. ഇതിപ്പോ ജസ്റ്റ് ബാക്ക് സൈഡ് മാർക്ക് ചെയ്യാനല്ലേ എടുക്കുന്നത്. അപ്പൊ ക്ലാമ്പ് സ്ക്രൂ പോരെന്നാണ് ആളുടെ ഡൗട്ട് ആയിരുന്നത്. അതല്ലേ ചോദിച്ച ഡൗട്ട്? അപ്പർ ആവില്ലല്ലോ, എന്തായാലും ലോവർ ആവില്ലേ? ലോവർ അല്ലേ ടൈറ്റ് ലോവർ ആണ് എന്തായാലും വേണ്ടത്. അത് ക്ലാമ്പ് ആണോ ടാൻജന്റ് സ്ക്രൂ ആണോ വേണ്ടതുള്ളത്? അത് ക്ലാമ്പ് ആയാലും മതി എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ക്ലാമ്പ് ആവാനാ ചാൻസ്. അപ്പർ ആവില്ലേ, ലോവർ തന്നെയല്ലേ എന്തായാലും ക്ലാമ്പ് ചെയ്യാൻ നമ്മള് എടുക്കുന്നതിന്. ലോവർ ക്ലാമ്പ് വരുള്ളൂ. ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ആകുമ്പോഴാണ് ടാൻജന്റ് സ്ക്രൂ വരാറ്. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡൗട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ ഇന്നത്തെ? നമുക്ക് നാളെ അടുത്തത് മോഡേൺ സർവേയുടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടില്ലല്ലോ മിസ്സിന്റെ? 3 ക്ലാസ് അല്ലേ ആയിട്ടുള്ളൂ ഇതുവരെ? കാണാറുണ്ടോ നിങ്ങള് മോഡേൺ സർവേയുടെ ക്ലാസ്? 3 ക്ലാസ്. അപ്പൊ നാളത്തേക്ക് വെക്കാം. ഇതിലധികം ക്വസ്റ്റ്യൻസ് ഇല്ല. ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് മോഡേൺ സർവേന്ന് വരുന്നത്. അപ്പൊ നമുക്കത് ക്ലാസ് കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നുള്ളത് എടുത്തിട്ട് ഞാൻ ആപ്പിൽ ഇട്ടോളാം. അപ്പൊ നന്നായി വായിച്ച് പഠിക്കാം. ഓക്കെ, നാളെ ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. സർവേ തന്നെയായിരിക്കും. ഈ ആഴ്ച എക്സാം ഉണ്ടായിരിക്കും. സെയിം പോർഷൻസ് തന്നെയായിരിക്കും. FM, സർവേ, ഡ്രോയിങ്. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോ. മാം പറഞ്ഞോ. ആപ്പില് ക്ലാസ് ഏതിലൊക്കെ എടുക്കണേ? കാണാനില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഏത് ഗ്രൂപ്പ് ഏതയാള്? ഞാൻ സർവേയർ ആണ്. സർവേയർ ആണ്. സർവേ ഞാൻ ഇട്ടായിരുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടില്ലേ? ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പൊ ഇട്ടോളാം. പിന്നെ അപ്ലോഡ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലീവ് ചെയ്തോളൂ. താങ്ക് യു.